ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫേസ് പാക്കാണേ. തികച്ചും നാച്ചുറലായ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള സാധനം എന്ന് പറയുമ്പോൾ പേരയിലയാണ്. പേരയില ഉപയോഗിച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പറമ്പിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക്, അതുപോലെ പേര, ഓമ ഇതെല്ലാം തനിയെ മുളച്ചുണ്ടാവും അല്ലേ. അതായത് പക്ഷികളൊക്കെ കാഷ്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുളച്ചുണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ പല പറമ്പിലൊക്കെ തന്നെ മുളച്ച് കാണുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതുപോലെ പലതരം പേരകളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നട്ടു വളർത്തുന്ന പേരകളുണ്ട്, തനിയെ ഉണ്ടാകുന്ന പേരകളുണ്ട്. അപ്പോൾ തനിയെ ഉണ്ടാകുന്ന പേരകളാകുമ്പോൾ ശരിക്കും നാടനല്ലേ. അപ്പോൾ അതിന് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഏത് പേരയോ ആവട്ടെ, നമ്മുടെ വീട്ടിൽ പേര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അത് തികച്ചും നാച്ചുറലായിട്ടായതുകൊണ്ട് വളരെ ഗുണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേരയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എന്നേക്കാൾ കൂടുതൽ എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ശരീരത്തിന് മൊത്തമായിട്ട്, അതുപോലെ തലയ്ക്കും മുടിക്കും മുഖത്തിനും നമ്മുടെ ശരീരത്തിനും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പേരയില കേട്ടോ. അപ്പോൾ പേരയില അതിൻ്റെ ഗുണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ ഫേസ് പാക്കിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് പേരയില കൊണ്ട് ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ പേരയില നമുക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വീട്ടിൽ പേരയൊന്നുമില്ല, അല്ലെങ്കിൽ നാട്ടിൽ താമസിക്കുന്നവരല്ല, പുറം നാട്ടിൽ താമസിക്കുന്നവർ, അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ ജീവിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പേരയില കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് പേരയില ഉണക്കി പൊടിച്ച് ആ പൊടി ഒരു ഡബയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം 2 സ്പൂൺ പൊടിയും അതുപോലെ തന്നെ ബാക്കി ചേരുവകളും ചേർത്തതിന് ശേഷം ഈ മിശ്രിതം തയ്യാറാക്കി മുഖത്ത് പുരട്ടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പേരയില മിക്സർ ജാറിൽ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് മാത്രം അരച്ച് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 10-40 ഇലയോളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സർ ജാറിൽ അരയ്ക്കാൻ പറ്റുന്ന അത്രയും അരച്ചെടുത്തതിന് ശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് ആ കൂട്ട് ഒരു ഡബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ തണുപ്പോട് കൂടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ബൗളിലേക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ടതിന് ശേഷം ഞാൻ പറയുന്ന ബാക്കി ചേരുവകളും ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം അതിൽ പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ചേരുവകൾ കൂടാതെ റോസ് വാട്ടർ കൂടി 1 സ്പൂൺ ചേർത്തതിന് ശേഷം ഈ മിക്സ് തയ്യാറാക്കി മുഖത്ത് പുരട്ടാം കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ചേരുവകൾ മാത്രം മതി, റോസ് വാട്ടർ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു പാക്ക് വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇത് പുരട്ടിയതിന് ശേഷം നമുക്ക് മുഖത്ത് ഉള്ള കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകൾ ഇതെല്ലാം പോകാനായിട്ട് പേരയില വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ചിലവർക്കുണ്ട് മുഖക്കുരൊക്കെ വന്നു കഴിഞ്ഞാൽ പഴുത്ത് പൊട്ടിയിട്ട് നല്ല കുഴി പോലെയൊക്കെ ഉണ്ടായിട്ടുള്ള കാണാം, ചിലവരുടെ മുഖത്തൊക്കെ അങ്ങനെ കാണാം. അങ്ങനെയുള്ളവർ ഈ പാക്ക് ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മുടെ പേരയുടെ തളിരിലുണ്ടല്ലോ, ആ തളിര് കൂമ്പ്, അതായത് പൂവ് വരുന്ന കൂമ്പ്, അതൊന്ന് നന്നായി ചതച്ചതിന് ശേഷം പച്ചമഞ്ഞളും ചതച്ച നീരും കൂട്ടി മുഖത്ത് പുരട്ടിയത് നമ്മൾ 2-3 യൂസിൽ തന്നെ നമുക്കത് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാലും മതി കേട്ടോ. അപ്പോൾ പേരയില കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഉപകാരങ്ങളുണ്ട് വളരെയധികം. നമ്മൾ കെമിക്കൽ കലർന്ന ക്രീമുകൾ നമ്മൾ തേക്കുമ്പോൾ എന്ത് പറയും, പെട്ടെന്ന് തന്നെ വെളുക്കും, അല്ലെങ്കിൽ പാടുകൾ പൂവെന്ന് പറയും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കെമിക്കൽ കലർന്ന ക്രീമുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വെളുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ശരിക്കും നല്ല കെമിക്കൽ അടങ്ങിയ കാരണമാണ്. എന്നാൽ തികച്ചും നാച്ചുറലായ നമ്മുടെ ഈ പേരയില, അതുപോലെ ഞാൻ ഇതിന് മുൻപ് നിങ്ങളോട് അരിപ്പൊടിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തൈര്, ഇതൊക്കെ നമുക്ക് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊന്ന് തേച്ചിട്ട് നമുക്ക് പണികൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സൗന്ദര്യം ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ സൗന്ദര്യത്തിനായിട്ട് ഒന്നും ചെയ്യാറില്ല എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും സൗന്ദര്യം ഉണ്ടായ ആർക്കും ഇഷ്ടക്കേടൊന്നുമില്ല അല്ലേ, സന്തോഷം തന്നെയുള്ളൂ. അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സൗന്ദര്യം ഉണ്ടാകുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എത്ര ശ്രമിക്കണില്ല വെച്ചാലും എപ്പോഴെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും എല്ലാവരും ഉള്ള സമയത്ത് അവർക്കൊക്കെ ഞാൻ ഫേസ് പാക്കും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന്. അപ്പോൾ എന്നോട് കുട്ടികൾ തന്നെ പറഞ്ഞു, എനിക്കിങ്ങനെ മുഖത്ത് സൺടാനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അമ്മ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്, അപ്പോൾ അമ്മയ്ക്കത് മുഖത്ത് തയ്ച്ചുകൂടെ എന്ന് അവർ ചോദിച്ചപ്പോൾ ഞാനും അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പം എനിക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കാണ് എന്നെയൊക്കെ കൂടുതൽ അറിയുക. നോക്കൂ കേട്ടോ, കണ്ടോ.
അപ്പോൾ അങ്ങനെ മാറ്റങ്ങളുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഇതൊക്കെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കാം, ഇതെല്ലാം അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും പങ്കുവയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിതേ കാലത്ത് പേരമരത്തിൻ്റെ ചുവട്ടിലേക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ എല്ലാ പേരയിലകളും അതിൽ തളിരിലകൾ മാത്രം നോക്കി പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തളിരിലകൾ മാത്രം പൊട്ടിച്ചിട്ട് വന്നു. ഏകദേശം ഒരു 8-10 ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അത് അധികം ആവില്ല. കാരണം 3-4 പേരുണ്ട് അത് പുരട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 8-10 പേരയില പൊട്ടിച്ച് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ ഒറ്റ കൈ കൊണ്ട് മൊബൈലും പിടിച്ച് ഒരു കൈ കൊണ്ട് ഇത് പൊട്ടിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്നാലും അതൊക്കെ പൊട്ടിച്ച് വന്ന് ഞാൻ അതേ വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായി അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തു. അപ്പോൾ വെണ്ണ പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരാൾക്ക് മാത്രമേ വെള്ളം വെച്ച് ഇതിന്ന് 2 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 3-4 പേർക്ക് പുരട്ടാനായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനത് എടുത്ത് വെക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 സ്പൂൺ എടുത്ത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചോളൂ. അപ്പോൾ ഇതേ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ നല്ല കട്ട തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ആ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ മറ്റുള്ളവരൊന്നും കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ മുഖത്ത് പുരട്ടിയിട്ട് തന്നെ നിങ്ങളതിനെ കാണിക്കുകയാണ്. അപ്പോൾ അത് നല്ലപോലെ അതും തൈരും അരിപ്പൊടിയും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റോസ് വാട്ടർ ഇതിൽ ചേർത്തോളൂ എന്ന്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ മിശ്രിതം എൻ്റെ മുഖത്ത് ഞാൻ തേക്കുക. നല്ല വിശദമായിട്ടൊന്നും തേക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേക്കുന്നതിന് മുൻപുള്ള എൻ്റെ മുഖത്തിൻ്റെ ഇതും തേച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ടുള്ള ശേഷം നിങ്ങളൊന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് പുരട്ടിയതിന് ശേഷം ഏകദേശം 15-20 മിനിറ്റ് നിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിലൊന്നും നിൽക്കരുത്. നമ്മൾ സാധാരണ ഫാനൊന്നും ഇടാതെ നിന്നിട്ട് വേണം ഇതൊന്ന് ഉണങ്ങി വന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കഴുകി കളയാം കേട്ടോ. തണുത്ത വെള്ളം ഉപയോഗിച്ച്, അതായത് ഫ്രിഡ്ജിലെ വെള്ളമൊന്നും വേണ്ട, നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ അതേ ഒക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി കളഞ്ഞിട്ട് കാണാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാനിതാ പാക്കൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വ്യത്യാസം എന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്കാണ് അറിയേണ്ടത് അല്ലേ. എന്നെയൊക്കെ കൂടുതൽ നിങ്ങൾക്കല്ലേ കാണുമ്പോൾ അറിയുക. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് പാക്കിട്ട് കഴുകി വന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്നത് കേട്ടോ. തുടക്കം ഞാൻ അതെല്ലാം ചെയ്ത് നമ്മൾ പാക്കൊക്കെ ഇട്ട് വന്നു. അപ്പോൾ അത് ക്ലീനാക്കി അതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്നത് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ ഇത്രമാത്രം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ അപ്പോൾ നമുക്കത് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാലും അത് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം, അതും തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് വേറെ കെമിക്കലൊന്നും അടങ്ങാത്ത കാരണം വേറെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവണില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.